അങ്ങനെ പൊന്നോണത്തെ വരവേൽക്കുകയാണ് കേരളക്കര ഒന്നാകെ. നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ കൊച്ചി നെട്ടൂരിലെ ഹെഡ് ഓഫീസിലും ഇന്നലെ വളരെ വിപുലമായ ആഘോഷ പരിപാടികളൊക്കെ നടന്നു. ന്യൂസ് മലയാളം ചെയർമാൻ സകിലൻ പത്മനാഭനാണ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വിഷൻ ചെയർമാനുമായ പ്രവീൺ മോഹൻ മുഖ്യ അതിഥിയായിരുന്നു. ജീവനക്കാരുടെ കലാ കായിക പ്രകടനങ്ങളും ഓണ മത്സരങ്ങളും ഒക്കെയായിട്ട് നമ്മൾ നമ്മുടെ ഓണം അങ്ങ് കളറാക്കി കാണാം. പൂക്കളം, പാട്ട്, നൃത്തം. ചാനൽ മികച്ച റേറ്റിംഗ് നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സന്തോഷത്തിനിടെ ഇരട്ടി മധുരമായി ന്യൂസ് മലയാളത്തിന്റെ ഓണാഘോഷം. ന്യൂസ് മലയാളം ചെയർമാൻ സകിലൻ പത്മനാഭൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 2026 ഇലക്ഷനിൽ തീർച്ചയായിട്ടും പറയാം, 100% പറയാം, നമ്പർ 1 ന്യൂസ് മലയാളം എന്ന കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. ആ കോൺഫിഡൻറ്റ് നിങ്ങളും ഉറച്ചു നിൽക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം. എല്ലാ ടീമും, എല്ലാ ഡിസ്ട്രിക്ട് ബ്യൂറോസിനും, എല്ലാ നമ്മുടെ അംഗങ്ങളായ എല്ലാവർക്കും വീണ്ടും തിരിച്ച് ഞാൻ പറയാണ്, എൻ്റെ ആത്മാർത്ഥമായ ഓണം ആഘോഷങ്ങൾ. ലോഞ്ച് ചെയ്ത ഒറ്റ വർഷത്തിനുള്ളിൽ മറ്റാർക്കും നേടാനാകാത്തത്ര വലിയ പ്രേക്ഷകപ്രീതി പിടിച്ചുപറ്റി മുന്നേറുന്ന ന്യൂസ് മലയാളത്തിന് സിഇഒ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അഭിനന്ദനവും ഓണാശംസകളും നേർന്നു. ഒരു കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള നമ്മളാണ് കഴിഞ്ഞ 10-20 വയസ്സ് മുമ്പ് പ്രായമുള്ള ആളുകളുടെ ഒപ്പം ഓടി നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും നമുക്ക് അടുത്ത ഓരോ ലാപ്പിലും ഈ പറഞ്ഞ പോലെ ഓരോ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ആളുകളെ നമുക്ക് കവർ ചെയ്തു പോകാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയണം. ഈ പരിപാടിക്ക് ഓണപ്പൂക്കികൾ എന്ന് സനീഷ് പേരിട്ടത് തന്നെ ഞെട്ടിക്കുന്നതാണ്. പായസം കുടിച്ചുകൊണ്ട് ഓണത്തിൽ നന്നായിട്ട് പങ്കെടുക്കാന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് നമുക്ക് ഓണസദ്യ ആഘോഷം, ഇതല്ലാതെ വേറെ ഒരു അജണ്ടയില്ല. ഓക്കെ, എല്ലാവർക്കും ഹാപ്പിയാണ്, കൂടുതലൊന്നും പറയാനില്ല, പൊളിക്കാം. ശേഷം കലാപരിപാടികൾ. ജീവനക്കാരുടെ പാട്ടും നൃത്തവും ഓടക്കുഴൽ വാദനവും ഏകാഭിനയവും അടക്കം കലാപ്രകടനങ്ങൾ. ആർപ്പും ഊഞ്ഞാലും ആഘോഷവുമായി പരിപാടി കളറായി. കസേരകളി, ഉറിയടി, വടംവലി തുടങ്ങി ദിവസം മുഴുവൻ നീണ്ടുനിന്ന ആഘോഷം. ന്യൂസ് മലയാളത്തെ അംഗീകരിച്ചും തിരുത്തിയും കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകളോടെ ടീം ന്യൂസ് മലയാളം.